Hello dears, welcome back to XYLEM Learning. It's me, Adarsh. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റോമൻ സംഖ്യകളെ കുറിച്ചാണ്. നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടാവും, പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായം. നമ്മൾ കേട്ടിട്ടുണ്ട് പൂജ്യം കണ്ടുപിടിച്ചത് ഭാരതീയരാണെന്ന്, അഥവാ ഇന്ത്യക്കാരാണ് പൂജ്യം കണ്ടുപിടിച്ചത്. അപ്പോ ഈ പൂജ്യം ഉപയോഗിക്കാതെ അക്കങ്ങൾ എഴുതുന്ന ശീലമുള്ള ആളുകളായിരുന്നു റോമൻകാർ. അവർക്ക് പൂജ്യം ഇല്ലായിരുന്നു, പൂജ്യം നമ്മൾ കൊണ്ടുവന്ന അല്ലെ. അപ്പോ ഈ റോമൻ അക്കങ്ങൾ എങ്ങനെയാ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വളരെ രസമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോ 5ാം ക്ലാസ്സുകാരാണെങ്കിൽ 5C എന്ന് കണ്ടിട്ടുണ്ടാകും, ക്ലാസിന്റെ ഡിവിഷൻ. അല്ലെങ്കിൽ 5A എന്നുള്ളത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 5A അല്ലെ. അല്ലെങ്കിൽ 5B, 5C ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. 5 എന്നതിന് പകരം V എന്ന ലെറ്റർ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അതുപോലെ 6ാം ക്ലാസ്സുകാരാണെങ്കിൽ 5ഉം 1ഉം, അതായത് വിയും ഒരു 1ഉം. 7ാം ക്ലാസ്സുകാരാണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ റോമൻ അക്കങ്ങളാണ്. അപ്പം ഈ റോമൻ അക്കങ്ങളിൽ എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് റോമൻ അക്കങ്ങൾ എഴുതുക എന്ന് നമുക്ക് നോക്കാം. വളരെ രസമുള്ള പരിപാടിയാണ്. നോക്കിക്കോ, 1 എന്നുള്ള നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 1 എന്നുള്ള നമ്പറിനെ ഒരൊറ്റ വര. അപ്പൊ 2 എന്നുള്ള നമ്പറോ 2 വര. 3 3 വര. 4 വര. അല്ല, 4ന് നമ്മൾ ആരും 4 വര ഇടാറില്ല. 4നെ നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? 5 - 1 എന്നുള്ള രീതിയിൽ. 5 - 1 എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതുന്നറിയോ? 5 എന്ന് പറഞ്ഞാല് V. 5നെ നമ്മൾ V എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. 5നെ നമ്മൾ V എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. വിന്റെ മുന്നിൽ ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 4 എന്നാണ്. എന്താ ചെയ്തത്? 5ന്റെ മുന്നിൽ ഒരു 1 ഇടുന്നു. സെറ്റാണോ? വിന്റെ മുന്നിൽ ഒരു വര വരച്ചാൽ അതിന്റെ അർത്ഥം 4ൽ നിന്ന് 1 കുറയ്ക്കണം. സെറ്റാണല്ലോ. അപ്പോ ഈ വിന്റെ 6 എന്ന് പറയുമ്പോൾ വിന്റെ വലതു ഭാഗത്താണ് 1 ഇടുന്നത്. ഇടതു ഭാഗത്ത് 1 ഇട്ടാൽ കുറയ്ക്കണം എന്നാണ്. വലതു ഭാഗത്ത് 1 ഇട്ടാലോ കൂട്ടണം എന്നാണ്. സിമ്പിൾ അല്ലേ? 6. 7നെ നമ്മൾ എങ്ങനെ എഴുതും? സിമ്പിളാ, ഇങ്ങനെ 7. ഓക്കെ. 8 ആണെങ്കിലോ അപ്പൊ 5 3. സിമ്പിൾ അല്ലേ? 8. 9 ആണെങ്കിലോ 9നെ നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? 9നെ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. ഓക്കെ. 10നെ നമ്മൾ ശ്രദ്ധിക്കണേ, 10നെ X എന്നാണ് എഴുതുക. 10നെ X എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോ 9നെ എങ്ങനെ എഴുതും? 9നെ Xന്റെ മുന്നിൽ ഒരു വര. ഓക്കെ. IX എന്നാണ് എഴുതുക. റോമൻ നമ്പേഴ്സിൽ 1 X. അപ്പൊ 10ന്ന് 1 കുറയ്ക്കുന്നു, 9. അപ്പൊ 11 എന്ന് പറഞ്ഞാലോ X കഴിഞ്ഞിട്ട് 1. 12 എന്ന് പറഞ്ഞാല് X കഴിഞ്ഞിട്ട് 2. സെറ്റ് അല്ലേ? 10 കഴിഞ്ഞ് 2. അപ്പോ 100 എന്ന് പറഞ്ഞാൽ സാറേ എത്ര വര ഇടേണ്ടി വരും? അങ്ങനെയല്ല കേട്ടോ. നോക്കിക്കോ, 15 ആണെങ്കിലോ 15 ആണെങ്കിൽ 10ഉം 5ഉം. രസല്ലേ? 10ഉം 5ഉം. 13 ആണെങ്കിലോ 13 ആണെങ്കിൽ 10ഉം 3ഉം. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. നമ്മൾ എല്ലാ നമ്പറും എഴുതാൻ നിന്നാൽ നടക്കൂലല്ലോ. 20 എങ്ങനെയാ നോക്കുക? 20നെ X 2X. 30 ആണെങ്കിലോ X 3 തവണ X എന്ന് എഴുതിയാൽ എന്താണ്? 30. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അപ്പൊ സാറേ 39 ഒക്കെ എങ്ങനെ എഴുതുക? 39 സിമ്പിളാ. 30 + 9 എന്ന് എഴുതി കൂടെ? 39നാ. 30 നമ്മൾ എങ്ങനെ എഴുതുക? X. ശരിയല്ലേ? 9 9ന്ന് 1X. ശരിയല്ലേ? 9 എന്നുള്ളതിനെ 1X. ശരിയാണല്ലോ? സിമ്പിൾ. സെറ്റ് അല്ലേ? അപ്പം 40നെ നമ്മൾ എങ്ങനെ എഴുതും? 40നെ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ എഴുതുമോ? X എന്ന് 4X എഴുതി വെക്കോ? ഇല്ല, എഴുതരുത് കേട്ടോ. നമ്മൾ 50 എന്ന് പറയുന്ന നമ്പറിനെ L എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. 50നെ L എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോ 40 എന്ന് പറഞ്ഞാൽ XL. എന്താണ്? XL. ഓക്കെ. അതുപോലെ 60 എന്ന് പറഞ്ഞാൽ L കഴിഞ്ഞ് X. 70 എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ 50, അതിനോട് 20 കൂട്ടണം. LXX. 80 എന്നാണെങ്കിൽ
L X X X 3x എഴുതിയാൽ 30 ആണ്. 50 30 80. സോ L X X X സെറ്റ് ആണ്. ഇനി 90 എന്നാണെങ്കിൽ 100 എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 100 സെഞ്ചുറി എന്നല്ലേ നമ്മൾ പറയാറ്. ഇപ്പൊ സി എന്ന അക്ഷരം കൊണ്ടാണ്. സി. ഓക്കെ, 100നെ സി എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പൊ 90നെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് സി. എക്സ് സി. ഓക്കെ ആണോ? സിന്റെ മുന്നിൽ എക്സ് ഇട്ടാൽ 90. അപ്പൊ 99 ആണെങ്കിലോ? സിമ്പിളാ. 99 ആണെങ്കിൽ അത് 90 പ്ലസ് 9 അല്ലേ? അല്ലേ? അല്ലാണ്ട് നമ്മൾ ആരും അതിനെ 100 മൈനസ് 1 എന്നുള്ള അർത്ഥത്തിലല്ല എഴുതുക. ഐ സി എഴുതി വെക്കരുത്. ഓക്കെ, ഐ സി എന്ന് നിങ്ങൾ എഴുതി വെക്കരുത്. 99 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 90 ആണെങ്കിൽ എന്താണ്? എക്സ് സി ആണ് അല്ലെ? 90. 9 ആണെങ്കിലോ? ഐ എക്സ്. സെറ്റ് അല്ലേ? എക്സ് സി ഐ എക്സ് 99. ഇനി പ്രധാനമായിട്ടുള്ള 2 അക്ഷരങ്ങൾ കൂടി പറഞ്ഞുതരാം. സി എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 എന്ന് പറഞ്ഞാൽ സി. ശരിയല്ലേ? അപ്പൊ 200 എന്ന് പറഞ്ഞാലോ? സി സി. 221 എങ്ങനെ എഴുതും? സി സി എന്ന് പറഞ്ഞാൽ 200, എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 20, 1. സി സി എക്സ് എക്സ് 1. ഓക്കെ, 252 എങ്ങനെ എഴുതും? 200 എന്ന് പറഞ്ഞാൽ സി സി, 50 എന്ന് പറഞ്ഞാൽ എൽ, 2 എന്ന് പറഞ്ഞാൽ 2 വര. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഇനി നോക്കണേ, 400 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 400 ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്തറിയണം? 500 എന്താന്ന് അറിയണം. 500 ഡി. 500 എന്താ അക്ഷരം കൊണ്ടാ കാണിക്കുക? ഡി. ഓക്കെ, 500 ഡി ആണെങ്കിൽ 400 എഴുതാൻ സി ഡി അല്ലെ? 500 100 കുറയ്ക്കുന്നു. 600 ആണെങ്കിലോ? ഡി സി. 700 ആണെങ്കിലോ? ഡി സി സി. 800 ആണെങ്കിൽ ഡി സി സി സി. 3 സി എന്ന് പറഞ്ഞാൽ 300. 500 പ്ലസ് 300 800. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 900 എങ്ങനെ എഴുതും? 900 എങ്ങനെ എഴുതും? 900 എഴുതാൻ 900 എന്ന് പറഞ്ഞിട്ട് 900 എങ്ങനെ എഴുതാം? 900നെ 900 എന്ന് പറഞ്ഞാൽ 1000 മൈനസ് 100 ആണ് അല്ലേ? അപ്പോ സി എം. എം ആണ് 1000. എം ആണ് 1000. പഠിച്ചു വെക്കണേ. 1000 എന്ന് പറയുന്നത് എം ആണ്. 2000 എന്ന് പറഞ്ഞാൽ അപ്പോൾ 2000ത്തിനെ എം എം. 2023 ഈ വർഷം എങ്ങനെ എഴുതാ? 2000 എന്ന് പറയുന്നത് എം എം, 20 എന്ന് പറയുന്നത് എക്സ് എക്സ്, 3 എന്ന് പറയുന്നത് 3 വര. ഓക്കെ, ഇത്രയും നീട്ടി വലിച്ച് വലിയ രീതിയിൽ നമ്പേഴ്സ് എഴുതേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് എഴുതുന്നത്. നമ്മൾ ഇങ്ങനെ നമ്പറുകൾ ഈ രീതിയിൽ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് റോമൻ അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു നമ്പർ സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ നമ്പർ എഴുതുന്നത്? ഇപ്പൊ 2,50,000 ഞാൻ എഴുതണമെങ്കിൽ 2,50,000 ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഇത് ഏത് നമ്പർ സിസ്റ്റം ആണെന്ന് മക്കൾ കമന്റ് ചെയ്യണേ. അത് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, സോ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. 5000 ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? വി എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വര. വി എന്ന് പറഞ്ഞാൽ 5, അതിന്റെ മുകളിൽ ഒരു വര. 10,000 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10. അതിന്റെ മുകളിലൊരു വര ഇട്ടാൽ 10,000 എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു വീഡിയോ മക്കൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇത് ഏത് നമ്പർ സിസ്റ്റം ആണെന്ന്. അത് നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.